ഹലോ എവ്രി വൺ, ഗുഡ് ഡേ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ബഗ് ബൗണ്ടി സീരീസിലെ രണ്ടാമത്തെ വീഡിയോ ആണ് ഇത്. ഇപ്പം മുന്നേ നിങ്ങൾക്ക് ചാനൽ വാച്ച് ചെയ്യുന്നവരാണെങ്കിൽ അറിയാം, നമ്മൾ റിഫ്ലക്റ്റഡ് എക്സസസിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായി. അപ്പോൾ അതിനുശേഷം രണ്ടാമത്തെ വീഡിയോ ആയിട്ട് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സ്റ്റോർഡ് എക്സസസിനെ കുറിച്ചാണ്. അപ്പം ആ, മുന്നേ നിങ്ങൾ റിഫ്ലക്റ്റഡ് എക്സസസിൻ്റെ വീഡിയോ കണ്ടവരാണെങ്കിൽ അറിയാം, നമ്മൾ എക്സസസ് എന്താണ്, അതിനെക്കുറിച്ച് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻസ്, അതിൻ്റെ മിറ്റിഗേഷൻസ് എന്നും കാര്യങ്ങളിലേക്കൊന്നും പോവില്ല ഈ വീഡിയോയിൽ. ഇൻസ്റ്റെഡ് വിൽ ബി ടോക്കിംഗ് അബൌട്ട് ഹൗ വി ഫൗണ്ട് ദ വൾണറബിലിറ്റി ആൻഡ് ഹൗ ഇറ്റ് വാസ് എക്സ്പ്ലോയിറ്റഡ് ആൻഡ് ഹൗ വി ഇൻക്രീസ് ദ റിസ്ക് അസോസിയേറ്റഡ് വിത്ത് ദ വൾണറബിലിറ്റി. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചായിരിക്കും നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഈ വ്ളോഗ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇവിടെ വന്ന് ഈ വ്ളോഗിൽ വായിച്ചു നോക്കി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഈ ഒരു കേസിൽ വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള, അതായത് എങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചു, അത് എക്സ്പ്ലോയിറ്റ് ചെയ്തു എന്നൊരു കാര്യങ്ങൾ മാത്രമേ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളൂ. ഇനി എനിക്ക് മുന്നത്തെ വീഡിയോയിൽ നിന്ന് കുറച്ച് ഫീഡ്ബാക്സ് കിട്ടിയിട്ടുണ്ടായി. അതായത്, ഇൻസ്റ്റെഡ് ഓഫ് ജസ്റ്റ് ഷോയിങ് ദ സ്ക്രീൻഷോട്ട്സ്, വൈ കാൺട്ട് യു ഷോ സം റിയൽ ടൈം ഹാക്കിംഗ്. സോ അങ്ങനെ ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നുകിൽ ഈ ഒരു ബഗ് എന്താ പറയുക, അവർ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇതൊരു പ്രൈവറ്റ് പ്രോഗ്രാം ആയിരിക്കും, അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല. സോ ഞാൻ എന്താ ചെയ്തത് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് വിച്ച് എക്സാക്ട്ലി മിമിക്സ് ദ വൾണറബിൾ സൈറ്റ് വിത്ത് സം ഓഫ് ഇറ്റ്സ് ഫീച്ചേഴ്സ്. ലൈക്ക് എല്ലാ ഫീച്ചറും ഞാനത് എക്സാക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടില്ല. ഈ വൾണറബിൾ ആയിട്ടുള്ള ഈ ഫീച്ചേഴ്സ് ഞാൻ എക്സാക്ട്ലി സൈറ്റിൻ്റെ ആയിട്ട് മിമിക് ചെയ്തിട്ട് ഒരു സാമ്പിൾ സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ സാമ്പിൾ സൈറ്റ്, ഹൗ ഇറ്റ് ലുക്സ്. ഞാൻ അത് കാണിച്ചു തരാം. അതിലായിരിക്കും നമ്മൾ ഈ വീഡിയോ ആ എക്സ്പ്ലോയിറ്റേഷൻ ചെയ്യുന്നതും ആ ബഗ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതൊക്കെ ആ ഒരു സൈറ്റിൽ നിന്നായിരിക്കും. അപ്പോൾ ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും ഈ ഒരു വീഡിയോയിൽ. പിന്നെ ഇനി വരാൻ പോകുന്ന വീഡിയോസിലും നമ്മൾ വിൽ ട്രൈ ടു ക്രിയേറ്റ് സാമ്പിൾ സൈറ്റ്സ്. ബട്ട് ദ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു ഭയങ്കര ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. ചില സിനാരിയോസിൽ നമുക്ക് മൾട്ടിപ്പിൾ ഫീച്ചേഴ്സൊക്കെ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനത്തെ കേസിലൊക്കെ ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൽട്ട്. സോ പറ്റുന്ന സിനാരിയോസിലൊക്കെ ഞാൻ എന്തായാലും സാമ്പിൾ സൈറ്റ്സ് ക്രിയേറ്റ് ചെയ്യും. അല്ലാത്തതിൽ നമുക്ക് വിൽ ഹാവ് ടു ഗോ വിത്ത് ദ സ്ക്രീൻഷോട്ട്സ്. സോ ഓക്കെ, നൗ നമുക്ക് ഈ സൈറ്റിലേക്ക് പോവാം. സോ യു ക്യാൻ സീ ദിസ് ഈസ് ദ സാമ്പിൾ സൈറ്റ് ഐ ഹാവ് ക്രിയേറ്റഡ്, ആൻഡ് ഇറ്റ് ഈസ് ദ എക്സാക്ട് റിപ്ലിക്ക ഓഫ് the vulnerable site. So a vulnerable site login page, the first page is the index.html. It's login page actually, and ആ login പേജിൽ നമുക്ക് യൂസർ നെയിം, പാസ്വേഡ് ആൻഡ് ലോഗിൻ ബട്ടൺ ഉണ്ട്. പിന്നെ അതിൻ്റെ താഴെയായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ദർ ഇസ് എ ലോഗിൻ നോട്ടീസ്. സോ ഈ ഒരു ലോഗിൻ നോട്ടീസ് എന്ന് പറയുന്ന കാര്യം എല്ലാ ആപ്ലിക്കേഷനിലും നിങ്ങൾ കണ്ടുകൊള്ളണമെന്നില്ല. ചില ആപ്ലിക്കേഷൻസിൽ ഇത് ഉണ്ടാവും ഇൻ ദ ഫോം ഓഫ് വെൽക്കം നോട്ട്, അല്ലെങ്കിൽ പ്രൈവസി നോട്ടീസ്, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ്റെ ഡിസ്ക്രിപ്ഷൻ എന്നൊക്കെ ആയിട്ടൊരു നോട്ട് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു സിനാരിയോയിൽ അതൊരു ലോഗിൻ നോട്ടീസ് ആയിരുന്നു. അപ്പം ഒബ്വിയസ്ലി ഒരു ഹാക്കർ മൈൻഡ് സെറ്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിൽ സീ ലൈക്ക് ഇഫ് സം യൂസർ ഹാവ് ദ ഫീച്ചർ ടു എഡിറ്റ് ദ വാല്യൂ. അപ്പം നമ്മൾ അങ്ങനെ ഒരു എന്താ പറയുക, അങ്ങനെ ഒരു ഹണ്ടിങ്ങിൽ നമുക്ക് കിട്ടിയ ബഗ്ഗാണ് ഈ സ്റ്റോർഡ് എക്സസസ്. ആൻഡ് ഇവിടെയാണ് ആ സ്റ്റോർഡ് എക്സസസിൻ്റെ പേലോഡ് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പം ഞാൻ ഈ ഒരു ആപ്ലിക്കേഷനിൽ നമ്മൾ ഡിഫറെൻറ്റ് യൂസർ റോൾസ് വെച്ച് ചെക്ക് ചെയ്തപ്പം വി ഐഡൻറ്റിഫൈഡ് എ ലൊക്കേഷൻ വേർ or a functionality where the user can change this login notice to anything he wants. But there are some catches which I will explain in some time. So അങ്ങനെ നമ്മൾ ആ ഒരു ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്തു, അവിടെ നമ്മൾ എക്സസസ് പേലോഡ് ഇട്ടു, ആൻഡ് ഇറ്റ് ഗോട്ട് റിഫ്ലക്റ്റഡ് ഇൻ ദ ലോഗിൻ സ്ക്രീൻ. സോ അങ്ങനെയാണ് ഈ ഒരു ബഗ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തത്. ഇനി talking about the hurdles we faced while injecting the payload, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. So first let's log in, or maybe like I'll explain it first, then I'll do the login and show you. So എന്താ catch എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
നമ്മുടെ നോർമൽ എക്സസസ് പേലോഡ്സ് ലൈക്ക് സ്ക്രിപ്റ്റ് അലേർട്ട് സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ജാവാ സ്ക്രിപ്റ്റ് അലേർട്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആക്സെപ്റ്റ് ചെയ്യുന്നില്ലായിരുന്നു. അപ്പം അത് നമ്മൾ ഇൻപുട്ട് ചെയ്യുമ്പോൾ സെർവർ സൈഡ് സം ഫിൽട്ടർ ഓർ വാലിഡേഷൻ വാസ് ദെയർ വിച്ച് വാസ് റിജക്റ്റിംഗ് ദീസ് പേലോഡ്സ്. സോ അങ്ങനെ നോക്കിയപ്പം ഐ ട്രൈഡ് ഓൾമോസ്റ്റ് എവറിത്തിങ് ആൻഡ് ഐ കുഡിൻറ്റ് ബൈപാസ് ദ ഫിൽറ്റേഴ്സ് പ്രസൻറ്റ്. സോ നമ്മൾ അങ്ങനെ ഒരു സിനാറിയോ എപ്പോൾ വന്നാലും നമ്മുടെ ഹാക്കേഴ്സിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഇത് ബൈപ്പാസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സ്ലോലി ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തു സം ഓഫ് ദ HTML ടാഗ്സ് ഇറ്റ്സ് നോട്ട് ഫിൽറ്ററിങ് ഔട്ട്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ എന്താ പറയുക ഇറ്റാലിക് ആക്കാനുള്ള ടാഗുകൾ, അതേപോലെ തന്നെ ബോൾഡ് ആക്കാനുള്ള ടാഗുകൾ, അപ്പോൾ അങ്ങനത്തെ ഐറ്റംസ് അത് ഫിൽറ്റർ ചെയ്യുന്നില്ല. അപ്പം എനിക്ക് മനസ്സിലായി ദേ ആർ നോട്ട് ഫിൽറ്ററിങ് ഔട്ട് എവറിത്തിങ്. അപ്പം അങ്ങനെയുള്ള സിനാരിയോയിൽ നമ്മൾ വരേണ്ടത് ഈ ഒരു പേജിലേക്കാണ്, ഒവാസ്പ് ചീറ്റ് ഷീറ്റ് സീരീസിലേക്ക്. ഈ ചീറ്റ് ഷീറ്റ് സീരീസിൽ നിങ്ങൾക്കൊരു XSS ഫിൽട്ടർ റിവിഷൻ ചീറ്റ് ഷീറ്റ് ഉണ്ട്. അപ്പം ഐഡിയലി ഞാൻ ചെയ്യാറ് ഇങ്ങനെ ഒരു സിനാരിയോ കൺഫ്രണ്ട് ചെയ്താൽ ഞാൻ വന്നിട്ട് ഓരോരോ പേലോഡായിട്ട് ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ ഇതിലൊരു നല്ല ശതമാനം പേലോഡ്സ് ഇത് അപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ താഴോട്ട് വരികയാണെങ്കിൽ ഈ ഒരു എ ടാഗ് അത് ആക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും റെഫറൻസ് ആയിട്ട് ജാവാസ്ക്രിപ്റ്റിനെയാണ് വിളിക്കുന്നത്, അത് അലേർട്ട് ഫങ്ഷനാലിറ്റിയാണ് കോൾ ചെയ്യുന്നത്. അപ്പം ഈ ഒരു പാർട്ട് മാത്രമേ നിങ്ങൾക്ക് ന്യൂ ആയിട്ട് തോന്നുന്നുണ്ടാവുള്ളൂ. ഇത് ബേസിക്കലി ചാർ കോഡ് അല്ലെങ്കിൽ യൂണീകോഡിനെ സ്ട്രിങ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഫംഗ്ഷനാണ്. അപ്പം നിങ്ങൾ ഈ ഒരു ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ 88 83 എന്ന് പറയുന്നത് ഒരു യൂണീകോഡ് അല്ലെങ്കിൽ ചാർ കോഡാണ്. ആ ചാർ കോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സും ഉണ്ട്. അപ്പം നമ്മൾ ജസ്റ്റ് കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ ജസ്റ്റ് ചാർ കോഡ് കൺവേർട്ടർ എന്നൊക്കെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അപ്പം ഇതിൽ പോയി ഞാൻ ഈ XSSനെ ചാർ കോഡായിട്ട് കൺവേർട്ട് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ വാല്യൂ 88 83 83 ആണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് വാല്യൂ നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാവുന്ന ആണ്. അപ്പോൾ അങ്ങനെ എടുത്തിട്ട് ഈ ഒരു പെർട്ടിക്കുലർ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ നമ്മൾ പ്ലേസ് ചെയ്താൽ അത് വിൽ ബി കൺവേർട്ടഡ് ടു നോർമൽ ക്യാരക്ടേഴ്സ്. സോ യു ക്യാൻ സി നമ്മൾ ഈ എ ടാഗ് ഡിഫൈൻ ചെയ്തു ആൻഡ് ദിസ് വാല്യൂ വിൽ ഗോ അണ്ടർ ക്ലിക്ക് മീ എന്ന് പറയുന്ന ടെക്സ്റ്റ്. സോ അങ്ങനെ നമ്മൾ ഈ വാല്യൂ ഈ പേലോഡ് ഇഞ്ചെക്ട് ചെയ്തു. അപ്പം ഞാൻ കാണിച്ചു തരാം നമ്മൾ എന്താ ചെയ്തത് എന്നുള്ളത്. നിങ്ങൾക്കൊരു ലൈവ് ഡെമോ കാണിച്ചു തരാം. ഇനി ലോഗിൻ പേജ് ലോഗിൻ. ഓക്കെ, സോ നമ്മൾ ലോഗിൻ ചെയ്താൽ മെനു ഉണ്ട്, അതിൻ്റെ ഉള്ളിലായിട്ട് അഡ്മിനിസ്ട്രേഷൻ, റിപ്പോർട്ട്സ്, കണക്ഷൻസ്, കോൺഫിഗറേഷൻ എല്ലാം ഉണ്ട്. അപ്പം ഈ കോൺഫിഗറേഷൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഈ ബാനർ വരുന്നത്. സോ ഈ ബാനർ ആണ് ബേസിക്കലി ദ വെൽക്കം ദ ലോഗിൻ ബാനർ ഓർ ലോഗിൻ നോട്ടീസ് ദാറ്റ് യു സീ. സോ ഇവിടെ നമ്മൾ എന്ത് ഇഞ്ചെക്റ്റ് ചെയ്താലും ആ ഒരു ലൊക്കേഷനിൽ, അതായത് ലോഗിൻ സ്ക്രീനിൽ റിഫ്ലക്റ്റ് ആവും. സോ ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത്, like I told you before, like it was rejecting all other XSS payloads. So I went ahead and placed this particular payload, which what it does is it will like this click me will contain this particular JavaScript, and when we click on it, it will alert saying XSS. So adane functionality, and you can do a lot of you can create a lot of payloads using this char code encoding, which I won't be going deep, but I'll tell you like how I exploited and how I increase the impact of this vulnerability in later section. So first let me submit this one. I'll click on submit. സോ ഇത് ഞാൻ ഓട്ടോമാറ്റിക്കലി സെറ്റ് ചെയ്ത് വെച്ചാണ് ലോഗിൻ പേജിലേക്ക് പോകാൻ. കാരണം ഞാൻ ലൈക്ക് എ സെഡ് എല്ലാ ഫങ്ഷനാലിറ്റിയും ഞാൻ അതേപോലെ മിമിക് ചെയ്തിട്ടില്ല. നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം വെച്ചിട്ടാണ് ഈ ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. സോ നിങ്ങൾക്ക് കാണാം നേരത്തെ ഉണ്ടായ ലോഗിൻ നോട്ടീസ് പോയിട്ട് ഇപ്പം ജസ്റ്റ് ക്ലിക്ക് മീ എന്ന് പറയുന്ന സംഭവം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ പോയിന്റർ വെച്ചാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും വാട്ട് ഇറ്റ് കണ്ടെയ്ൻസ്. അപ്പോൾ നമുക്ക് താഴെ കാണാം ജാവാസ്ക്രിപ്റ്റ് അലേർട്ട് ആൻഡ് ഇറ്റ്സ് കോളിംഗ് ദാറ്റ് XSS. So if I click on this one, I'll get the alert saying XSS. അപ്പം ഇതാണ് ബേസിക്കലി ദ വൾണറബിലിറ്റി. അപ്പം നമുക്ക് XSS വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ആ സോർട്ട് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ എല്ലാം നമുക്ക് ഇവിടെ ചെയ്യാം. പ്രത്യേകിച്ച് ഇത് ലോഗിൻ സ്ക്രീൻ ആയതുകൊണ്ട് ഇറ്റ് എഫക്ട്സ് ഓൾ ദ യൂസേഴ്സ്.
സോ നമുക്ക് ഇങ്ങനെ ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്തിട്ട് ഇത് വെക്കാം. കാരണം സൈറ്റ് ഈസ് ഡൗൺ, പ്ലീസ് ഗോ ടു ദിസ് സൈറ്റ് എന്ന് പറഞ്ഞ് നമുക്കൊരു അനദർ സൈറ്റിൻ്റെ URL വെക്കാം. അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ വേറെ സ്ഥലത്തേക്ക് റീഡയറക്റ്റ് ചെയ്യുന്ന വെക്കാം. പക്ഷേ ഈ ഒരു സ്റ്റേജിൽ, ഈ ഒരു ആപ്ലിക്കേഷനിൽ ഞാൻ ചെയ്ത എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൈലബിലിറ്റി, അതായത് നമ്മുടെ CI ട്രയാഡ്സിൽ അവൈലബിലിറ്റീനെ ബാധിക്കുന്ന ഒരു എക്സ്പ്ലോയിറ്റേഷൻ ആയിരുന്നു. അപ്പം ഇത് ഈ എ ടാഗ് പോലെ തന്നെ നമുക്ക് ഐ ഫ്രെയിം ടാഗും നമുക്ക് ഇഞ്ചെക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഒറ്റൊരു ക്യാച്ച് ഉണ്ട്, അതായത് അവർക്ക് അവിടെ സെക്യൂരിറ്റി സെക്യൂരിറ്റി സെറ്റിങ്സ് ഉണ്ട്. അതായത് നമ്മൾ സെയിം ഒറിജിൻ, അതായത് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ URL മാത്രമേ ഐ ഫ്രെയിമിൻ്റെ ഉള്ളിൽ നമുക്ക് ഇഞ്ചെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. വേറെ എന്ത് വെച്ചാലും, വേറെ എന്ത് URL വെച്ചാലും അത് റെൻഡർ ആവില്ല. സോ എനിക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഉള്ളിൽ തന്നെയുള്ള URL വെക്കണം ഐ ഫ്രെയിമിൻ്റെ ഉള്ളിൽ. സോ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഐ ഫ്രെയിം ടാഗിൻ്റെ ഉള്ളിൽ ഒരു ഇൻറ്റേർണൽ റിസോഴ്സ്, ഫോർ എക്സാമ്പിൾ ഒരു ഫോട്ടോ, അതിൻ്റെ URL കീപ്പ് ചെയ്തു. അപ്പോൾ ഈ ഫോട്ടോ ആക്സസ് ചെയ്യുകയാണെങ്കിൽ ഐഡിയലി യൂസർ നീഡ് ടു ബി ഇൻ ലോഗ്ഡ് ഇൻ സ്റ്റേറ്റ്, അതായത് ഒതൻറ്റിക്കേഷൻ വേണം ആ ഫോട്ടോ ആക്സസ് ചെയ്യണമെങ്കിൽ. അപ്പോൾ ഈ ഐ ഫ്രെയിമിൻ്റെ ഉള്ളിൽ വെച്ചാൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഫ്രെയിം, സിൻസ് ദിസ് ഈസ് ഇൻ ദ ലോഗിൻ സ്ക്രീൻ, ഇറ്റ് വിൽ ട്രൈ ടു ആക്സസ് ദ ഇൻറ്റേർണൽ റിസോഴ്സ്, ബട്ട് സിൻസ് ദർ ഇസ് നോ cookies or authentication for this URL or the request that's going, it will fail. അത് ഫെയിൽ ആയിട്ട് ആ റിസോഴ്സ് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് കണ്ടിന്യൂസ്ലി ട്രൈ ചെയ്തുകൊണ്ടിരിക്കും ആ റിസോഴ്സ് ആക്സസ് ചെയ്യാൻ, വിച്ച് റിസൾട്ട് ഇൻ ദ സൈറ്റ് റീലോഡിങ് മൾട്ടിപ്പിൾ ടൈംസ്. സോ ദ സൈറ്റ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് റീലോഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഒരു യൂസറിനും വന്ന് പാസ്വേഡോ യൂസർ നെയിമോ ടൈപ്പ് ചെയ്യാൻ പറ്റില്ല. അടിക്കുമ്പോൾ തന്നെ ലോഡ് ചെയ്തിട്ട് ഇത് ബ്ലാങ്ക് ആവും. അതേപോലെ തന്നെ പാസ്വേഡിലേക്കൊന്നും പോകാനേ പറ്റില്ല. യൂസർ നെയിമിൽ ഒരു ലെറ്റർ അടിക്കുമ്പോൾ തന്നെ ഇത് റീലോഡായി പോയിട്ടുണ്ടാവും. അപ്പം ഈ ഒരു എന്താ പറയുക, ഒരു ഡിനയൽ ഓഫ് സർവീസ് കൈൻഡ് ഓഫ് അറ്റാക്ക് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് അതിൻ്റെ ഇമ്പാക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ റിസ്ക് ഫാക്ടർ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഈ അവൈലബിലിറ്റി എന്നുള്ള പാർട്ട് നമുക്ക് ഹൈ ആയിട്ട് മാറ്റാൻ പറ്റും CVSS സ്കോറിങ്ങിൽ. അപ്പോൾ അങ്ങനെയുള്ള എക്സ്പ്ലോയിറ്റേഷൻസ് ഇവിടെ ചെയ്യാൻ പറ്റി. അപ്പം ഇതിലെ മെയിനായിട്ടുള്ള ടേക്ക് അവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരിക്കലും ഒരു പെർട്ടിക്കുലർ പേലോഡ് ആക്സെപ്റ്റ് ചെയ്തില്ല എന്ന് വിചാരിച്ച് നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്യരുത്. പിന്നെ പിന്നെ മെയിൻ തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലൈക്ക് റിഫ്ലക്ഷൻ വരുന്ന എല്ലാ സ്ഥലങ്ങളും ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഞാൻ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിരുന്നു. അത് ഫസ്റ്റ് തിങ്. ആൻഡ് ദ സെക്കൻഡ് തിങ് ഈസ് ഈ ഒരു ഫിൽട്ടർ ബൈപാസ്. അപ്പം നമ്മളിവിടെ വന്ന് ഒരുവിധം എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. ജസ്റ്റ് 1 or 2 ഐറ്റംസ് അത് ഫെയിലായി എന്ന് വിചാരിച്ച് ദാറ്റ്സ് നോട്ട് ദ എൻഡ് ഓഫ് ദ റോഡ്. You have so many filters available in this site as well as in other GitHub pages. So നിങ്ങൾക്ക് അവിടെ പോയി അതൊക്കെ ട്രൈ ചെയ്യുക. ഏതെങ്കിലുമൊക്കെ ബൈപ്പാസ് ആവുകയാണെങ്കിൽ ലൈക്ക് യു വിൽ ഹാവ് എ ഗുഡ് ഫൈൻഡ്. അപ്പം അത് ചെയ്യാം. പിന്നെ ഓൾവേസ് നമ്മൾ എപ്പോഴും അത് റിസ്ക് ഇൻക്രീസ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ട്രൈ ചെയ്യുക. ബിക്കോസ് ഇറ്റ് എഫക്ട്സ് ദ ബൗണ്ടി ആസ് വെൽ. ഭയങ്കര വലിയ റിസ്ക് ആണെങ്കിൽ അത്രയും ബൗണ്ടി കൂടുതൽ നിങ്ങൾക്ക് കിട്ടും. സോ അങ്ങനെ അങ്ങനെ നിങ്ങൾക്ക് എന്താ പറയുക, നല്ലൊരു ഹൈ റിസ്ക് ആയിട്ടുള്ളൊരു ബഗ്ഗിനെ കണ്ടുപിടിക്കാൻ പറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്താൽ. സോ അതാണ് ബേസിക്കലി ഈ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. അപ്പം ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഈ വ്ളോഗിലുണ്ട്. നിങ്ങൾക്കിവിടെ വരാം, റെഫർ ചെയ്യാം, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. അപ്പം ദാറ്റ്സ് ബേസിക്കലി ഇറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ് and I'll be back with a new video soon. Thank you and bye bye.